പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ സെഷനായ ഹാൻഡ്ലിംഗ് ആൻഡ് ഗുഡ് മാനേജ്മെന്റ് പ്രാക്ടീസസ് ഫോർ ബേർഡ്സ് ടു മിനിമൈസ് സ്ട്രെസ് ആൻഡ് ഫോർ ഇംപ്രൂവ്ഡ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന ടോപ്പിക്കാണ്. അതായത് കോഴികളെ നമ്മൾ പരിപാലിക്കുമ്പോൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. Poultry management refers to husbandry practices or production techniques that help to maximize the efficiency of production. അതായത് ഉൽപാദനക്ഷമത പരമാവധി കിട്ടുന്നതിനായി എന്തൊക്കെ പരിപാലന മാർഗങ്ങൾ അല്ലെങ്കിൽ ടെക്നിക്സ്, ഉൽപാദന ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ടോ അതിനെ നമ്മൾ പൗൾട്രി മാനേജ്മെന്റ് എന്ന് പറയുന്നു. ശാസ്ത്രീയമായ പരിചരണം ലക്ഷ്യമിടുന്നത് കുറഞ്ഞ മുതൽ മുടക്കിൽ കൂടുതൽ ലാഭം നേടുക എന്നാണ്. ഇതിൽ കോഴികളുടെ ക്ഷേമം അല്ലെങ്കിൽ വെൽഫെയറിനും പ്രാധാന്യം നൽകുന്നു. ഗുഡ് മാനേജ്മെന്റ് പ്രാക്ടീസസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കോഴികളുടെ സ്ട്രെസ് പരമാവധി കുറയ്ക്കുകയും അതുവഴി അവയുടെ ആരോഗ്യവും ശുചിത്വവും വർദ്ധിപ്പിക്കുക, അതിലൂടെ പരമാവധി പ്രോഫിറ്റ് നേടുക എന്നത് ആണ്. ആദ്യമായി നമ്മൾ നോക്കുന്നത് ഹാച്ചറി മാനേജ്മെന്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഹാച്ചറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോൾട്രി ബ്രീഡർ ഷെഡിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫെർട്ടിലൈസ് ചെയ്ത മുട്ട കളക്ട് ചെയ്യുക, സ്റ്റോർ ചെയ്ത് ഇൻക്യുബേഷൻ നടത്തി വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളെ കൺസ്യൂമേഴ്സിന് കൊടുക്കുക. ഇതിലൂടെ നല്ല ആരോഗ്യമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദകർക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് ഹാച്ചറിയുടെ ഉദ്ദേശം. ഇതിനു വേണ്ടി നമ്മൾ എന്തൊക്കെ മാനേജ്മെന്റ് പ്രാക്ടീസസ് ആണ് ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് ഇവിടെ പറയുന്നത്. ബ്രീഡർ ഷെഡിൽ നിന്നും കൊണ്ടുവരുന്ന മുട്ട, അവയെ ഹാച്ചറിയിൽ എത്തിക്കാൻ ഉപയോഗിക്കുന്ന വാഹനം വൃത്തിയുള്ളതും അണുനശീകരണം നടത്തിയതും ആയിരിക്കണം. കളക്ട് ചെയ്ത മുട്ട സ്റ്റോർ ചെയ്യുന്ന റൂമിൽ അവയ്ക്ക് ആവശ്യമായ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യണം. കളക്ട് ചെയ്ത് കൊണ്ടുവന്ന മുട്ടയിൽ എന്തെങ്കിലും കേടുപാടുകളോ അഴുക്കുകളോ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ക്വാളിറ്റിയുള്ള മുട്ടകളെ മാത്രമേ നമ്മൾ ഇൻക്യുബേറ്ററിൽ സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കാറുള്ളൂ. സ്റ്റോർ ചെയ്യുന്ന സമയത്തും ഇൻക്യുബേറ്ററിൽ സെറ്റ് ചെയ്യുന്ന സമയത്തും കോഴിമുട്ടയുടെ വീതിയുള്ള അറ്റം മുകളിൽ വരുന്ന തരത്തിലാണ് ക്രമീകരിക്കേണ്ടത്. ബ്രോഡ് എൻഡ് മുകളിൽ വരുന്ന രീതിയിലാണ് മുട്ടകൾ ക്രമീകരിക്കേണ്ടത്. കോഴികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാക്സിൻസോ മരുന്നുകളോ സ്റ്റോർ ചെയ്യുന്നതും മിക്സ് ചെയ്യുന്നതും കോഴികൾക്ക് നൽകുന്നതും മാനുഫാക്ചേഴ്സ് അത് ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ രീതിയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഒരു ഹാച്ചറിയിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ ചിക്ക് ട്രാൻസ്പോർട്ട് ട്രേയിലായിരിക്കും ഹാച്ചറിയിലോട്ട് അല്ലെങ്കിൽ ബ്രൂഡർ ഷെഡുകളിലോട്ട് കൊണ്ടുവരുന്നത്. അവയെ ബ്രൂഡർ ഷെഡിലെ തറയിലോട്ട് നമ്മൾ മാറ്റുമ്പോൾ അധികം ഉയരത്തിൽ നിന്ന് തറയിലേക്ക് നമ്മൾ മറിച്ചിടാൻ പാടില്ല. നല്ല ഹാർഡായിട്ടുള്ളൊരു സർഫസിലോട്ടാണ് നമ്മൾ അവയെ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ പരമാവധി 15 സെന്റിമീറ്ററിന് താഴെ ആയിരിക്കണം ഉയരം. ഒരു സോഫ്റ്റ് സർഫസിലോട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ 30 സെന്റിമീറ്ററിൽ കൂടുതൽ ഉയരത്തിൽ നിന്ന് അവയെ മറിച്ചിടാൻ പാടില്ല. ഹാച്ചറിയിൽ ആദ്യത്തെ 18 ദിവസങ്ങളിൽ സെറ്ററിലും അവസാന 3 ദിവസങ്ങളിൽ ഹാച്ചറിലുമായിരിക്കും മുട്ട ക്രമീകരിക്കുക. കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരുമ്പോൾ ആ ഹാച്ചിങ് ട്രേ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. ഈ ഹാച്ചിങ് ട്രേയിൽ വീക്കായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളുണ്ടാവും,
വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളുടെ അവശിഷ്ടങ്ങളുണ്ടാവും, ആരോഗ്യമുള്ള കോഴിക്കുഞ്ഞുങ്ങളും ഉണ്ടാവും. ഹാച്ചിങ് ട്രേയിൽ നിന്ന് ഇവയെ മാറ്റുമ്പോൾ, അല്ലെങ്കിൽ ട്രേയിൽ നിന്ന് കുഞ്ഞുങ്ങളെ മാറ്റാൻ വേണ്ടി മറച്ചിടുമ്പോൾ, ആരോഗ്യമുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഹാച്ചിങ് റെസിഡ്യൂസിനിടയിൽ പെട്ട് ആരോഗ്യമുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചറിയൽ മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് സ്ഥിരമായതോ താൽക്കാലികമായതോ ആവാം. അത് ഭാരം കുറഞ്ഞവയും ഏത് ബേർഡിലാണോ ഉപയോഗിക്കുന്നത് ആ ബേർഡിനും ആ കൂട്ടത്തിലുള്ള മറ്റ് കോഴിക്കുഞ്ഞുങ്ങൾക്കും മുറിവുകളൊന്നും ഉണ്ടാക്കാത്ത സുരക്ഷിതമായ മാർഗങ്ങളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഹാച്ചറിയിൽ നിന്നും ബ്രൂഡർ ഷെഡുകളിലേക്കോ കൺസ്യൂമേഴ്സിൻ്റെയോ അടുത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ചിക്സിനെ കൊണ്ടുപോകുന്ന ബോക്സസ് വച്ചിരിക്കുന്ന സ്ഥലം, അവയുടെ ടെമ്പറേച്ചർ റേഞ്ച് 21 മുതൽ 27 ഡിഗ്രി സെൽഷ്യസിനുള്ളിൽ ആണോ എന്നും, ആപേക്ഷിക ആർദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 40 മുതൽ 60% എന്നും നോക്കേണ്ടതാണ്. കൃത്യമായ ഇടവേളകളിൽ വെന്റിലേഷൻ, ടെമ്പറേച്ചർ ഇതെല്ലാം നോക്കേണ്ടതും കോഴിക്കുഞ്ഞുങ്ങൾക്ക് അവയുടെ ശരീര താപനില മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതുമാണ്. അവയെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ട് ട്രേ, അതായത് ചിക്ക് ട്രാൻസ്പോർട്ട് ബോക്സസ് എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം. കോഴിക്കുഞ്ഞുങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ വൃത്തിയുള്ളതും അണുനശീകരണം നടത്തിയതും നല്ല വർക്കിംഗ് കണ്ടീഷനിലുള്ളതും ആയിരിക്കണം. ഇതിലൂടെ കോഴിക്കുഞ്ഞുങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ ആരോഗ്യത്തോടെയും നല്ല കണ്ടീഷനിലും ആയിരിക്കും എന്ന് ഉറപ്പുവരുത്താവുന്നതാണ്. കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കേണ്ടതാണ്. 24 മണിക്കൂറിൽ കൂടുതൽ യാത്ര ആവശ്യമായ സ്ഥലങ്ങളാണ് എങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ തീറ്റയും ആഹാര സാധനങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉള്ള സൗകര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഹാച്ചിങ് എഗ് മാനേജ്മെൻറ്റ്. വിരിയിക്കാനുള്ള മുട്ട ശേഖരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒരു ദിവസം കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും ഷെഡിൽ നിന്നും മുട്ട ശേഖരിക്കേണ്ടതാണ്. ഇതിലൂടെ വൃത്തിയും ശുചിത്വവുമുള്ള മുട്ട ശേഖരിക്കാൻ സാധിക്കുന്നു. കളക്ട് ചെയ്ത മുട്ട സൂക്ഷിക്കുമ്പോൾ ടെമ്പറേച്ചറും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വ്യത്യാസം വന്നാൽ മുട്ടയിലുള്ള ജലാംശം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു ഷെഡിൽ 4 മുതൽ 7 കോഴികൾക്ക് ഒരു നെസ്റ്റ് ബോക്സ് എന്ന കണക്കിൽ നൽകേണ്ടതാണ്. ഹൗസിംഗ് ആൻഡ് എൻവയോൺമെൻറ്റ്. ഒരു ഷെഡ് നിർമ്മിക്കുന്നതിലൂടെ കോഴികൾക്ക് ആവശ്യമായ ഫ്ലോർ സ്പേസ് നൽകുക, വെന്റിലേഷനും ടെമ്പറേച്ചറും കൃത്യമായ രീതിയിൽ കൊടുക്കുക, മറ്റ് വേട്ടക്കാരായ മൃഗങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുക എന്നിവയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റോഡൻസ്, അതായത് എലി പോലെ കരണ്ട് തിന്നാൻ പറ്റുന്ന ജീവികൾ, കാട്ടുപക്ഷികൾ, രോഗം പകർത്താൻ സാധ്യതയുള്ള മറ്റു മൃഗങ്ങൾ എന്നിവയിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനായി ഷെഡിൻ്റെ പരിസരവും ഷെഡിനുള്ളിലെ എക്യുപ്മെൻറ്റ്സും വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. ഒരു ഷെഡിൻ്റെ ഡിസൈനും നിർമ്മാണവും ഷെഡിനുള്ളിലെ കോഴികൾക്ക് മുറിവുകളൊന്നും പറ്റാത്ത തരത്തിൽ ആയിരിക്കണം. പുറമേ നിന്ന് തന്നെ കോഴികളെ നിരീക്ഷിക്കാൻ കഴിയുന്ന തരത്തിലും ആയിരിക്കണം. ഫീഡ് ആൻഡ് വാട്ടർ എക്യുപ്മെൻറ്റ്. ഒരു ഷെഡിനുള്ളിൽ കോഴികൾക്ക് ആവശ്യമായ ഫീഡറും വാട്ടറും നൽകേണ്ടതാണ്. ഇത് കോഴികളുടെ
ആരോഗ്യത്തിനും ഉൽപാദനക്ഷമതയ്ക്കും അത്യാവശ്യമാണ്. കോഴികൾ തീറ്റയ്ക്കും വെള്ളത്തിനും വേണ്ടി മത്സരിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. എൻവയോൺമെന്റൽ മാനേജ്മെന്റ്. ഇതിൽ ടെമ്പറേച്ചർ, വെന്റിലേഷൻ, എയർ ക്വാളിറ്റി എന്നിവ വരുന്നു. കോഴികൾക്ക് സ്ഥിരമായ ഒരു ശരീര താപനില മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നവയാണ്. വെന്റിലേഷൻ കോഴികളുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എയർ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതായത് ഷെഡിനകത്തുള്ള കോഴികളുടെ എണ്ണം, അവയുടെ പ്രായം, അവയുടെ എണ്ണം, ഷെഡിനുള്ളിലുള്ള ടെമ്പറേച്ചർ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ഡസ്റ്റ്, അമോണിയയുടെ അളവ് ഇവയെ ആശ്രയിച്ചിരിക്കും. ഷെഡിനുള്ളിലുള്ള അമോണിയയുടെ അളവ് എല്ലാ ആഴ്ചയിലും നോക്കേണ്ടതാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡിൻ്റെ അളവും നോക്കേണ്ടതാണ്. എല്ലാ ദിവസവും മാക്സിമം, മിനിമം ടെമ്പറേച്ചറും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും അളക്കേണ്ടതാണ്. ഷെഡിനുള്ളിൽ ഒരേ അളവിൽ എയർ മൂവ്മെൻ്റ് ഉണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതാണ്. ചൂട് കാലങ്ങളിൽ ഹീറ്റ് സ്ട്രെസ് കുറയ്ക്കാനുള്ള ക്രമീകരണങ്ങൾ നടത്തേണ്ടതാണ്. കോഴികളെ കൃത്യമായ ഇടവേളകളിൽ നിരീക്ഷിക്കേണ്ടതാണ്. ഓവർ ക്രൗഡിംഗ് ഒഴിവാക്കേണ്ടതാണ്. ബെഡിംഗ് ആൻഡ് ലിറ്റർ മാനേജ്മെൻറ്റ്. നല്ല ഗുണമേന്മയുള്ള ലിറ്റർ ഉപയോഗിക്കുന്നതിലൂടെ എയർ ക്വാളിറ്റി നിലനിർത്താനും ലിറ്ററുമായി ബന്ധപ്പെട്ടുണ്ടാകാവുന്ന അസുഖങ്ങൾ ഒഴിവാക്കാനും സാധിക്കുന്നു. ലിറ്റർ ഈർപ്പമുള്ളതാണെങ്കിലും ഡ്രൈ ആണെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കാൽമുട്ടിലുണ്ടാകുന്ന ഹോക്ക് ബേൺസ്, കാൽപാദത്തിനടിയിലുണ്ടാകുന്ന ഫുട് പാഡ് ലീഷൻസ്, നെഞ്ചിൽ ഉണ്ടാകുന്ന ബ്രസ്റ്റ് ബ്ലിസ്റ്റേഴ്സ് ഒക്കെ ലിറ്ററുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ലിറ്റർ ഡ്രൈ ആണെങ്കിൽ ഷെഡിനുള്ളിൽ പൊടിപടലം കൂടാനും റെസ്പിറേറ്ററി പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഷെഡിലെ ലിറ്റർ മെറ്റീരിയൽസിനെ ഇടയ്ക്ക് നോക്കേണ്ടതാണ്. ലിറ്റർ മെറ്റീരിയൽസിൻ്റെ ഈർപ്പം ഒഴിവാക്കേണ്ടതാണ്. അത് ഈർപ്പമുള്ളതും ആകാൻ പാടില്ല, ഡ്രൈ ആകാനും പാടില്ല. ഷെഡിൽ ഉപയോഗിക്കുന്ന ലിറ്റർ മെറ്റീരിയൽസിന് പൂപ്പൽ ബാധയോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് നിരീക്ഷിക്കേണ്ടതാണ്. ലിറ്റർ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കുറയുന്നത് കാരണം ഉണ്ടാകുന്ന അസുഖങ്ങളായ ഹോക്ക് ബേൺസ്, ബ്രസ്റ്റ് ബ്ലിസ്റ്റേഴ്സ്, ഫുട് പാഡ് ലീഷൻസ് എന്നിവ നിരീക്ഷിക്കേണ്ടതും അത് കുറയ്ക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ ചെയ്യേണ്ടതും ആണ്. ലൈറ്റിംഗ്. ഒരു ഷെഡിൽ കോഴികളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒന്നാണ് ലൈറ്റിംഗ്. കോഴികളുടെ പൊതുവായ ആരോഗ്യം, അവയുടെ ദഹനം, വളർച്ചാ നിരക്ക്, പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇവയ്ക്കെല്ലാം ലൈറ്റ് ആവശ്യമാണ്. അതിനാൽ ഷെഡിലെ ലൈറ്റ്, അതായത് ബൾബുകൾ, എല്ലാ ദിവസവും നിരീക്ഷിക്കുകയും കേടായവ റിപ്പയർ ചെയ്യേണ്ടതുമാണ്. ഒരു ഷെഡിൽ പ്രകാശം നൽകുമ്പോൾ അതിൻ്റെ തീവ്രത കോഴികൾക്ക് നോർമലായി തീറ്റ എടുക്കാനും വെള്ളം കുടിക്കാനും പറ്റുന്ന തരത്തിലും നമുക്ക് പുറത്തുനിന്ന് കോഴികളെ വളരെ എളുപ്പത്തിൽ നിരീക്ഷിക്കാനും കഴിയുന്ന തരത്തിൽ ആയിരിക്കണം. ഫീഡ് ആൻഡ് വാട്ടർ. കോഴികളുടെ ക്ഷേമത്തിനും ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമായ ഒന്നാണ് തീറ്റയും വെള്ളവും.
കോഴിയുടെ തീറ്റയിൽ അളവിലോ അതിൻ്റെ രൂപത്തിലോ പോഷക മൂല്യത്തിലോ വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്താൻ പാടില്ല. വളരെ പതുക്കെ മാത്രമേ തീറ്റയിൽ വ്യത്യാസം വരുത്താൻ പാടുള്ളൂ. അവയ്ക്ക് കുടിക്കാൻ നൽകുന്ന വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളുടെ സാന്നിധ്യമുണ്ടോ എന്നറിയാൻ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പരിശോധിക്കേണ്ടതാണ്. ക്ലോസ്ഡ് വാട്ടറിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നതാണ് ഓപ്പൺ സിസ്റ്റത്തിനേക്കാൾ നല്ലത്. ക്ലോസ്ഡ് വാട്ടറിംഗ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിപ്പിൾ ഡ്രിങ്കേഴ്സ് പോലുള്ള ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് വാട്ടേഴ്സ് ആണ്. ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബെൽ ടൈപ്പ് അല്ലെങ്കിൽ ട്രഫ് ടൈപ്പ് വാട്ടേഴ്സിനെയാണ്. ക്ലോസ്ഡ് സിസ്റ്റം ഉപയോഗിക്കുന്നത് കൊണ്ട് ബാക്ടീരിയകളുടെ വളർച്ചയെ തടയാൻ സാധിക്കുന്നു. ഒരു ഫ്ലോക്ക് ബേർഡ്സിനെ മാറ്റി പുതിയ ഫ്ലോക്സ് വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ കൂട്ടം കോഴിക്കുഞ്ഞുങ്ങൾ വരുന്നതിന് മുന്നേ ആ ഷെഡിൽ ഉപയോഗിച്ചിരുന്ന എല്ലാ വാട്ടറിംഗ് എക്യുപ്മെൻറ്റ്സും നന്നായി കഴുകി വൃത്തിയാക്കി അണുനശീകരണം നടത്തേണ്ടതാണ്. ഓപ്പൺ വാട്ടേഴ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും അത് നിരീക്ഷിക്കേണ്ടതും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നന്നായി കഴുകി വൃത്തിയാക്കേണ്ടതുമാണ്. കോഴിക്കുഞ്ഞുങ്ങൾ വളരുന്നതിനനുസരിച്ച് ഫീഡറിൻ്റെയും വാട്ടറിൻ്റെയും ഉയരം ക്രമീകരിക്കേണ്ടതാണ്. ഒരു ബാച്ച് കോഴികളെ മാറ്റി പുതിയവ കൊണ്ടുവരുന്നതിന് മുന്നേ ബിൽഡിങ്ങും അതിനുള്ളിലുള്ള എക്യുപ്മെൻറ്റ്സും നന്നായി കഴുകി വൃത്തിയാക്കി അണുനശീകരണം നടത്തേണ്ടതാണ്. ഡിസീസ് പ്രിവെൻഷൻ, രോഗം വരാതെ ഇരിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ. ഇതിനെ ബയോസെക്യൂരിറ്റി എന്ന ഒറ്റ വാക്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഒരു ഫാമിൽ രോഗം വരാതിരിക്കാനും അസുഖം വന്നു കഴിഞ്ഞാൽ മറ്റു പക്ഷികളിലേക്ക് പകരാതിരിക്കാനും എടുക്കുന്ന നടപടിക്രമങ്ങളെ ബയോസെക്യൂരിറ്റി എന്ന് പറയാം. കോഴിക്കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നതിന് മുന്നേ ആ ഷെഡിൽ നല്ല രീതിയിൽ വൃത്തിയാക്കുകയും അണുനശീകരണം നടത്തുകയും ചെയ്യേണ്ടതാണ്. ഷെഡിന് ചുറ്റുമുള്ള പരിസരവും ഫാം ബിൽഡിങ്ങുകളും എക്യുപ്മെൻറ്റ്സും മറ്റു വാഹനങ്ങളും വൃത്തിയായി സൂക്ഷിക്കുന്നതിനായി ഒരു സാനിറ്റേഷൻ പ്രോഗ്രാം ക്രമീകരിക്കാവുന്നതാണ്. ആവശ്യമുള്ള വ്യക്തികളെ മാത്രം ഷെഡിൽ പ്രവേശിപ്പിക്കുക. ഒന്നിലധികം ബിൽഡിങ്ങുകളിൽ പ്രവേശിക്കേണ്ടി വരികയാണ് എങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ബേർഡ്സിനെ ആദ്യം പരിപാലിക്കുകയും അതിനുശേഷം പ്രായം കൂടിയവയെ പരിഗണിക്കാവുന്നതുമാണ്. രോഗമുള്ള ബേർഡ്സിനെ ഏറ്റവും അവസാനമായിട്ടായിരിക്കണം പരിശോധിക്കേണ്ടത്. കോഴികളെ കൈകാര്യം ചെയ്യുന്നതിന് മുന്നേ വൃത്തിയുള്ള ഗ്ലൗസ് ഉപയോഗിക്കുകയോ കൈ നന്നായി കഴുകുകയോ ചെയ്യേണ്ടതാണ്. പൗൾട്രി ബിൽഡിങ്ങുകളിലോട്ട് കടക്കുമ്പോൾ ഫുട്വെയറുകൾ മാറ്റുകയോ അതിന് മുകളിൽ ഒരു കവറിംഗ് നൽകുകയോ ചെയ്യാവുന്നതാണ്. മറ്റ് പൗൾട്രി സ്റ്റോക്കുകളുമായി കോണ്ടാക്റ്റിൽ വരുന്നത് ഒഴിവാക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ബയോസെക്യൂരിറ്റി മെഷേഴ്സ് ഒന്നും നോക്കാത്ത ഫാമുകളിൽ നിന്നാണ് എങ്കിൽ തീർച്ചയായും അവയുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഒഴിവാക്കേണ്ടതാണ്. പെസ്റ്റ് കൺട്രോൾ, കീട നിയന്ത്രണം. ഒരു ഷെഡിൽ പകർച്ചവ്യാധികൾ എലികളിലൂടെയോ മറ്റ് വന്യമൃഗങ്ങളിലൂടെയോ കാട്ടുപക്ഷികളിലൂടെയോ പ്രാണികളിലൂടെയോ ഒക്കെ പകരാവുന്നതാണ്. ഒരു ഷെഡിൽ എലിയോ മറ്റു ജീവികൾക്കോ താവളം ഇല്ലാതെ ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്.
തീറ്റ ശേഖരിക്കുന്ന സ്ഥലങ്ങളിൽ എലിയോ മറ്റു ജീവികളോ കടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. വൈൽഡ് ബേർഡ്സ് ഷെഡിൽ കയറുന്നത് തടയേണ്ടതാണ്. ഹെൽത്ത് മോണിറ്ററിംഗ് ആണ് അടുത്ത് പറയുന്നത്. കൃത്യമായ ഇടവേളകളിൽ കോഴികളെ നിരീക്ഷിക്കുകയും അവയുടെ ആരോഗ്യം മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് നേരത്തെ തന്നെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കാനും അത് തിരുത്താനും സഹായിക്കുന്നു. ബയോസെക്യൂരിറ്റി പ്രോട്ടോകോൾ കൃത്യമായ ഇടവേളകളിൽ റിവ്യൂ ചെയ്യുകയും ആവശ്യമാണ് എങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. കോഴികളുമായി ഇടപഴകുന്ന ആൾക്കാർക്ക് അവയുടെ പെരുമാറ്റം മനസ്സിലാക്കാനും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും സാധിക്കുന്നു. ദിവസേന 2 അതിലധികമോ പ്രാവശ്യം ഷെഡ് പരിശോധിക്കേണ്ടതാണ്. 24 മണിക്കൂറിനുള്ളിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ മരണനിരക്ക് കൂടുകയാണ് എങ്കിൽ ഒരു വെറ്റിനറിയനെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. വളരെ സൂക്ഷ്മമായി കോഴികളുടെ തീറ്റയും വെള്ളവും ഉപയോഗം നിരീക്ഷിക്കേണ്ടതും അവയുടെ പ്രവർത്തനക്ഷമത കുറയുകയോ ക്ഷീണാവസ്ഥ കാണുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്ന് നോക്കേണ്ടതാണ്. കൃത്യമായ ഇടവേളകളിൽ പാരസൈറ്റ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഒരു ഷെഡിൽ എന്തൊക്കെ പരിപാലന കാര്യങ്ങൾ നോക്കുന്നുണ്ടോ എന്നും അവയുടെ വാക്സിനേഷൻ, ആ ഷെഡിൽ നടക്കുന്ന റിപ്പയറുകൾ, മരണനിരക്കുകളോ അസുഖങ്ങളുടെയൊക്കെ റിപ്പോർട്ട് ഹെൽത്ത് റെക്കോർഡ്സിൽ സൂക്ഷിക്കേണ്ടതാണ്. അസുഖം വന്ന ബേർഡ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് റെക്കോർഡുകൾ സൂക്ഷിക്കേണ്ടതാണ്. ബേർഡ് ഹാൻഡ്ലിംഗ്. കോഴികളെ കൈകാര്യം ചെയ്യുമ്പോൾ ശരിയായ മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ അവയ്ക്ക് ഉണ്ടാകാവുന്ന സ്ട്രെസ്സും മുറിവുകളും കുറയ്ക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ അവയുടെ ആരോഗ്യം നിരീക്ഷിക്കാൻ സാധിക്കുന്നതുമാണ്. റുട്ടീനായിട്ട് കോഴികളുടെ ആരോഗ്യം നിരീക്ഷിക്കേണ്ടതാണ്. ചില സമയങ്ങൾ നമ്മൾ കാണാറുണ്ട് കോഴികളുടെ കാലിൽ പിടിച്ച് തലകുത്തനെ പിടിച്ചിരിക്കുന്നത്. ഇത് അവയ്ക്ക് സ്ട്രെസ് നൽകുന്നതാണ്. പരമാവധി കുറച്ച് സമയം മാത്രം നമ്മൾ കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. അതായത് ഹോൾഡിംഗ് ടൈം പരമാവധി കുറയ്ക്കുക. ശരിയായ രീതിയിൽ അവയെ നേരെ പിടിക്കുക. ഒരു ബാച്ച് കോഴികളെ വളർത്തുന്ന സമയത്ത് ഒരു യൂണിഫോം വസ്ത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിച്ചാൽ കോഴികൾക്കത് പരിചയമാവുകയും അവർ പെട്ടെന്ന് എക്സൈറ്റഡ് ആവുന്നത് തടയാനും സാധിക്കുന്നു. എല്ലാ ദിവസവും ചെയ്യുന്ന വർക്കുകൾ സ്ഥിരമായ ഒരു നേരത്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഷെഡിനകത്തുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ശാന്തതയോടും സ്മൂത്തായിട്ടും ചെയ്യാൻ ശ്രദ്ധിക്കുക. ഷെഡിനുള്ളിൽ കടക്കുന്നതിന് മുന്നേ അവർക്ക് പരിചിതമായ ഒരു സൗണ്ട് പുറപ്പെടുവിക്കുകയും അതിലൂടെ ബേർഡ്സ് പെട്ടെന്ന്
ഭയപ്പെടുന്നത് ഒഴിവാക്കാനും സാധിക്കും. കോഴികളെ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് പിടിക്കുകയാണ് എങ്കിൽ തിരിച്ചവയെ ഷെഡിൽ വിടുമ്പോൾ അധികം ഉയരത്തിൽ നിന്ന് പറന്നു പോകത്തക്ക രീതിയിൽ റിലീസ് ചെയ്യാതിരിക്കുക. ഏറ്റവും കുറഞ്ഞ ഉയരത്തിൽ നിന്ന് കാലുകൾ വളരെ ഈസിയായി തറയിൽ കുത്തി നടന്നു പോകത്തക്ക രീതിയിൽ റിലീസ് ചെയ്യുക. പുതുതായി കോഴിക്കുഞ്ഞുങ്ങളെ ഒരു ഷെഡിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവയെ പരിശോധിക്കേണ്ടതാണ്. അവയ്ക്കാവശ്യമായ ഫീഡർ, വാട്ടർ സോഴ്സുകൾ നൽകേണ്ടതാണ്. അവയ്ക്ക് പെട്ടെന്ന് ഫീഡർ, വാട്ടർ സ്പേസുകൾ മനസ്സിലാക്കാനും ഇത് സഹായിക്കുന്നു. എല്ലാ കോഴിക്കുഞ്ഞുങ്ങൾക്കും ഫീഡറും വാട്ടറും അവൈലബിൾ ആണോ അല്ലയോ എന്ന് നിരീക്ഷിക്കേണ്ടതാണ്. ബ്രൂഡിംഗ് ഇതിലോട്ടാണ് കൊണ്ടുവന്നതെങ്കിൽ ചിക്സിന് ആവശ്യമായ ടെമ്പറേച്ചർ കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അടുത്തതായി ട്രാൻസ്ഫറിംഗ് ബേർഡ്സ്. ഒരു ഷെഡിൽ പുതുതായി കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ എൻവയോൺമെൻറ്റുമായി അവ പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നോക്കേണ്ടതാണ്. പെട്ടെന്നുള്ള ടെമ്പറേച്ചർ വ്യതിയാനങ്ങളിൽ നിന്നും അവയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ്. അവയ്ക്ക് തീറ്റയും വെള്ളവും ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കേണ്ടതാണ്. ഒരു ഷെഡിൽ പുതുതായി കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവയെ സ്ഥിരമായി നിരീക്ഷിക്കേണ്ടതാണ്. കാലാവസ്ഥ അനുസരിച്ച് ഇവയെ ഷെഡുകൾ മാറ്റുന്നതിനുള്ള സമയം തിരഞ്ഞെടുക്കാവുന്നതാണ്. ട്രാൻസ്പോർട്ടേഷന് 10 ദിവസം മുന്നേ മുതൽ കോഴികൾക്ക് സ്ട്രെസ് നൽകാവുന്ന തരത്തിലുള്ള വാക്സിനേഷനുകളോ മറ്റ് ഓപ്പറേഷൻസോ ചെയ്യാതിരിക്കുക. ട്രാൻസ്പോർട്ടേഷൻ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ബേർഡ്സിനെ പിടിക്കുക, അവയെ ലോഡ് ചെയ്യുക, ട്രാൻസ്പോർട്ട് ചെയ്യുക, പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവയ്ക്ക് വിശ്രമത്തിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, ഇവയെല്ലാം തന്നെ കോഴികൾക്ക് സ്ട്രെസ്സും ഇഞ്ചുറീസും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കോഴികളുടെ ക്ഷേമം മുൻനിർത്തി അവയെ ലോഡ് ചെയ്യുന്ന സമയം നമ്മൾ ഫിക്സ് ചെയ്യേണ്ടതാണ്. ചൂട് സമയത്ത് പരമാവധി എണ്ണം ഒരു ലോഡിൽ കുറയ്ക്കേണ്ടതാണ്. ലോഡ് ചെയ്യുന്നതിനും 3 മണിക്കൂർ മുന്നെയെങ്കിലും ആഹാരം കൊടുക്കുന്നത് നിർത്തേണ്ടതാണ്. ഇത് 6 മണിക്കൂറിലധികം ആവാൻ പാടില്ല. കോഴികളെ പിടിക്കുന്നതും ലോഡ് ചെയ്യുന്നതും കൃത്യമായ സമയത്തിലും വളരെ എഫിഷ്യൻ്റായിട്ടും കോഴികൾക്ക് ഏറ്റവും സ്ട്രെസ് കുറഞ്ഞ രീതിയിൽ നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ടതാണ്. കോഴികളെ ഒരുപാട് വർക്കേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതാണ്. കോഴികളെ കൈകാര്യം ചെയ്യുമ്പോൾ തികച്ചും മാനുഷികമായ പരിഗണനകളോടെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ലോഡിംഗ് ഏരിയയിലും അൺലോഡിംഗ് ഏരിയയിലും ഉറപ്പാക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻസ്. റൈറ്റ് എ നോട്ട് ഓൺ ഗുഡ് മാനേജ്മെന്റ് പ്രാക്ടീസസ് ടു ബി ഫോളോഡ് ഇൻ ഹാച്ചറി ആൻഡ് ഹാച്ചിങ് എഗ് മാനേജ്മെന്റ്. ഹാച്ചറിയിലും ഹാച്ചിങ് എഗ് മാനേജ്മെൻറ്റിലും നമ്മൾ
ശ്രദ്ധിക്കേണ്ട ഗുഡ് മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് എന്തൊക്കെയാണ് എന്നൊരു നോട്ട് തയ്യാറാക്കുക. Enlist the points to be considered for good management practices in housing and environment. ഹൗസിംഗ് ആൻഡ് എൻവയോൺമെൻറ്റിൽ ഗുഡ് മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് നടത്തുന്നതിനായി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പോയിൻ്റ് എഴുതുക.